Hi children, how are you? എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാണ്. അപ്പോൾ അതിലോട്ട് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് 6 ആയിരുന്നു അല്ലേ? 6ാം ക്ലാസ്സിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പോയമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? എന്തായിരുന്നു ആ യൂണിറ്റിൻ്റെ പേരെന്താണ്? യൂണിറ്റ് 3 ഗ്ലിംസസ് ഓഫ് നാച്ചർ അല്ലേ? പ്രകൃതിയുടെ നേർക്കാഴ്ചകൾ. അപ്പോൾ അതിലുള്ളൊരു പോയമായിരുന്നു ദ മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ അല്ലേ? ഒരു നല്ലൊരു പർവ്വതവും അതേപോലെ തന്നെ ഒരു അണ്ണാറക്കണ്ണനും തമ്മിലുള്ള ഒരു വഴക്കും അവർ തമ്മിലുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിതയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി? ആക്ടിവിറ്റി 1, fill in the columns with appropriate expressions given in the brackets. എന്താണ് ഇവിടെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? എന്താണ്? സ്ക്വയറൽ എന്ന് എഴുതിയിട്ടുണ്ട്, അതേപോലെ മൗണ്ടെയിനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? വെരി ബിഗ് വലിയത് അല്ലേ? നല്ല വലുത്, സ്മോൾ ചെറുത്, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദി ബാക്ക് എന്താണ്? ഫോറസ്റ്റിന് ബാക്കിൽ ക്യാരി ചെയ്യാൻ പുറത്തെടുക്കാൻ വേണ്ടി കഴിയും. ക്യാൻ ക്രാക്ക് എ നട്ട് അല്ലേ? ഒരു നട്ട് അല്ലേ? ഒരു നട്ടിനെ കടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ ഒരു ബ്രാക്കറ്റിലുള്ളത് ഏതൊക്കെയാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് നമുക്ക് നോക്കാം. സ്ക്വയറലിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? സ്ക്വയറൽ വലുതാണോ ചെറുതാണോ? സ്മോൾ ആണ് അല്ലേ? സ്ക്വയറൽ സ്മോൾ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്? വെരി ബിഗ്. ആരാണ് വലുത്? ആരാണ് ഏറ്റവും വലുത്? ആരാണ്? മൗണ്ടെയിൻ. അപ്പോൾ അവിടെ എഴുതുക. സ്മോൾ ആരാണ്? സ്ക്വയറൽ. അവിടെ എഴുതുക. ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദി ബാക്ക്. ബാക്കിൽ ഫോറസ്റ്റിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? മൗണ്ടെയിൻ. ക്യാൻ ക്രാക്ക് എ നട്ട്. ഒരു നട്ട് കടിക്കാൻ വേണ്ടി പറ്റുന്നത് ആർക്കാണ്? സ്ക്വയറൽ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ? ആക്ടിവിറ്റി 2 എന്താണ്? Read the last 4 lines of the poem. A very pretty squirrel track, talents differ, all is well and wisely put. If I cannot carry forests on my back, neither can you crack a nut. അല്ലേ? നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് ലൈനാണിത്. ഇവിടെ എന്താണ്? ഇത് വായിക്കാൻ പറഞ്ഞു. ഇനി എന്താ നമുക്ക് നോക്കാം. In the first line, the word track has the same sound as the word bag in the third line. The word track rhymes with the word bag. Pick out more rhyming words from the poem. എന്താണ്? എല്ലാ പോയത്തിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈമിംഗ് വേർഡ്സിനെ കണ്ടെത്താൻ അല്ലേ? റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന സൗണ്ട് സെയിം ആയിരിക്കും അല്ലേ? അതാണെന്ത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു പോയം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കി എന്താണ് ഇവിടെ? അപ്പോൾ റൈമിംഗ് വേർഡ്സിനെ നമ്മളടുത്ത് കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ് അപ്പോൾ ഇവിടെയുള്ള റൈമിംഗ് വേർഡ്സ്? ഏതൊക്കെയാണ്? ഈ പോയത്തിലുള്ള റൈമിംഗ് വേർഡ്സ് ആണ് കണ്ടെത്താൻ പറഞ്ഞത്. സ്ക്വയറൽ, ക്യോറൽ, ബ്രിക്ക്, ബിഗ്, ഇയർ, സ്ഫിയർ അല്ലേ? ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം നമുക്ക്. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന്. റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദി പോയം. ദ മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ ഹാഡ് എ ക്യോറൽ ആൻഡ് ദ ഫോർമർ കോൾഡ് ദി ലെറ്റർ ലിറ്റിൽ പ്രിക്ക്. ലെറ്റർ ലിറ്റിൽ പ്രിക്ക്. In the third line, in the sound, L is repeated in the beginning of the words. Latter and little. This is an example for alliteration. എന്താണ് കൂട്ടുകാരെ? ഇവിടെ നമ്മൾ പുതിയൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്. alliteration അല്ലേ? alliteration എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈനിൽ ആ ലൈനിൽ വരുന്ന ഒരേ ലൈനിൽ ഓക്കെ, അല്ലാതെ പാരഗ്രാഫ് അല്ല. നമ്മൾ റൈമിംഗ് വേർഡ്സ് നമ്മൾ പാരഗ്രാഫിലൊക്കെ അല്ലേ? അത് ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല ഇതെങ്ങനെയാണ്? ഒരേ ലൈനിൽ എല്ല് വെച്ചിട്ടോ, അതായത് എ ഇ ഐ ഒ യു വവൽസ് അല്ലാതെ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണോ അവിടെ ഉള്ളത്
അവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് പോയത്തിൽ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ ലാസ്റ്റ് ലൈനിൽ ലാറ്റോ ലിറ്റിൽ പ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാറ്റോ ലിറ്റിൽ ഒരേ ലൈനിൽ തന്നെ എല്ല് വെച്ചിട്ട് തുടങ്ങി അല്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞതെന്ന്? ലാറ്റോ ലിറ്റിൽ അവിടെ എന്താണ്? തുടക്കത്തിൽ എല്ല് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതെന്താണ്? അല്ലിട്രേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ എ ഇ ഐ ഒ യു അല്ലാത്ത എല്ലാ ലെറ്റേഴ്സും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് അല്ലിട്രേഷനുള്ള ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒരേ ലൈനിൽ വരുന്ന വേർഡ്സിൽ ഫസ്റ്റത്തെ ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ട് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? അല്ലിട്രേഷനുള്ള എക്സാമ്പിളാണ്. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കണ്ടു ലാറ്റർ ലിറ്റിൽ അല്ലേ? അവിടെ എന്താണ്? ഒരേ ആൽഫബറ്റാണ് ഫസ്റ്റ് തുടങ്ങുന്നത് അല്ലേ? പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? In the third line, the sound L is repeated in the beginning of the words lato and little. This is an example for alliteration. മനസ്സിലായല്ലോ? Look at the another example. My love's a red, red rose. In this example, our sound is repeated 3 times. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലിട്രേഷനുള്ള അല്ലേ? ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നിൽ കൂടുതൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? റെഡ്, റെഡ് റോസ് അല്ലേ? ഒന്നിൽ കൂടുതൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 6 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? Now identify and write down words that are examples for alliteration from the last 4 lines of the poem. ലാസ്റ്റ് 4 ലൈൻസ് നമ്മുടെ ഈ ഒരു പോയത്തിലെ ലാസ്റ്റ് 4 ലൈൻസിന്ന് നമ്മളെടുത്ത് എന്ത് കണ്ടെത്താനാണ് പറയുന്നത്? അല്ലിട്രേഷൻ സൗണ്ടുകൾ അല്ലേ? കണ്ടെത്താനാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ വേർഡ്സ് ദാറ്റ് ആർ എക്സാമ്പിൾ ഫോർ അല്ലിട്രേഷൻ. അല്ലിട്രേഷനുള്ള എക്സാമ്പിൾസ് കണ്ടെത്താൻ അല്ലേ? അപ്പോൾ ലാസ്റ്റ് 4 ലൈൻസ് ഏതൊക്കെയാണ്? എ വെരി പ്രെറ്റി സ്ക്വയറൽ ട്രാക്ക്, talents differ, all is well and wisely put. അപ്പോൾ എന്താണ് ഇവിടെ? ഫസ്റ്റ് എന്താ അവിടെ വന്നിട്ടുള്ളത്? വെൽ വൈസ്ലി അല്ലേ? വെൽ വൈസ്ലി അല്ലേ? അതെന്താണ്? അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു ലൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വെൽ വൈസ്ലി, ഇറ്റ് ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. അവിടെ എന്താണ്? ബ്രാക്കറ്റിൽ അപ്പോൾ നമ്മൾ W എന്ന് എഴുതുക. പിന്നെന്താണ്? ഇവിടെ അടുത്ത ലൈൻ എന്താ പറയുന്നത്? എന്താണ്? അടുത്ത ലൈനിൽ പറയുന്നുണ്ട് ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റേഴ്സ് ഓൺ മൈ ബാക്ക്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റേഴ്സ് ഓൺ മൈ ബാക്ക്. അവിടെ ക്യാരി, കനോട്ട് ക്യാരി അല്ലേ? അവിടെ എന്താണ്? അല്ലിട്രേഷനുള്ള എക്സാമ്പിൾ ഉണ്ട്. കനോട്ട് ക്യാരി അല്ലേ? ഐ കനോട്ട് ക്യാരി. അവിടെ ഏത് ലെറ്ററാണ് അവിടെ വന്നിട്ടുള്ളത്? ഏതാണ്? സി അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സി എന്ന് എഴുതുക. നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട് അല്ലേ? അവിടെ എന്താണ്? അല്ലിട്രേഷൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ക്യാൻ, ക്രാക്ക് അല്ലേ? രണ്ടും സി വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏതാണ്? സി ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? അതും നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അല്ലേ? ഒരു ആക്ടിവിറ്റിയാണ് എന്ത് ഇത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? Write a summary of the poem choosing relevant sentences from those given below. എന്താണ്? ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളെടുത്ത് ചൂസ് ചെയ്തിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം നമുക്ക് എഴുതാം. എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന്? ഫസ്റ്റ് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്? ദ മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ ബിഗിൻ എ ക്വാറൽ വിത്ത് ഈച്ച് അതർ അല്ലേ? They quarrel because the mountain feels that it is more important. എന്താണ്? ഫസ്റ്റത്തെ എന്താണ്? മൗണ്ടെയിനും അതേപോലെ നമ്മുടെ സ്ക്വയറലും തമ്മിലൊരു വഴക്ക് രണ്ടുപേരും തമ്മിൽ തുടങ്ങി. They quarrel because they quarrel. എന്താണ് അവരുടെ ആ വഴക്കിൻ്റെ കാരണം? എന്താണ്? മൗണ്ടെയിന് തോന്നി മൗണ്ടെയിന് വലിയ എന്തോ സംഭവമാണ് എന്നുള്ളത് നമ്മളെ മൗണ്ടെയിന് തോന്നി. The squirrel says that it takes a year to make all sorts of things and weather. അല്ലേ? നമ്മളെ പോയത്തിലുള്ള തന്നെയാണ്. ഞാൻ മീനിങ് പറയണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ കാണാത്തവർ അതൊന്ന് പോയി കാണാം കേട്ടോ. The squirrel says that he is quicker than the mountain. The mountain has got many trees on it. The squirrel says the mountain is wise. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent and hence everyone has a contribution to make. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇതൊരു സമ്മറി. എന്താണ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പോയത്തിൻ്റെ ഒരു ഇത് അല്ലേ, അതിലെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ആ ഒരു മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എഴുതുന്ന ഒരു ഇതാണ് അല്ലേ. എന്താണ് നമ്മൾ അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയാണ് നടന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ വരണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഫസ്റ്റ് നമ്മൾ ആ പോയ ആരാ എഴുതിയത് എന്നുള്ളതൊക്കെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? The Mountain and the Squirrel is a beautiful poem written by American poet Ralph Waldo Emerson. The poem The Mountain and the Squirrel begin with a quarrel by the mountain and the squirrel. The mountain feels that it is more greater than the squirrel is the reason for the quarrel. But the squirrel in this poem replied intelligently to the mountain. The squirrel says that it takes a year to make all sorts of things and weather. Squirrel also says that he is quicker than a mountain. The squirrel says the mountain has got many trees on it and he is grateful to the mountain for giving him a path to move along. The poem gives us a good message that everyone has his or her own talent and hence everyone has a contribution to make. അപ്പോൾ ഇതാണ് ഇവിടെ സമ്മറി ആയിട്ട് എഴുതിയത്. അപ്പോൾ എന്താ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലെന്ത് ചെയ്തത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എഴുതിയെടുക്കുക. പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഈ വീഡിയോയിലുള്ള ആൻസേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഞാൻ വിശദീകരിച്ച് തരുന്നുണ്ട്, പോയമൊക്കെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുതിർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സൊക്കെ കണ്ടെത്തി എഴുതാനും എക്സാംസിനൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും.